ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഓണപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ 3ാം ക്ലാസ്സിന് മാത്സ് ആണ് എക്സാം ആയിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 കേട്ടോ, കഴിഞ്ഞല്ല അതിൻ്റെ മുൻപുള്ള വർഷം 2024 നടന്ന മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1, Activity number 1, Pookalam. The teacher asked 3rd standard students to make a design for Pookalam in connection with the Onam celebration. The design by Amina is given. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനോടും പറഞ്ഞു എല്ലാവരും ഒരു പൂക്കളം ഉണ്ടാക്കണം ഓണത്തിനേക്ക്, അതിനുവേണ്ടി ഒരു ഡിസൈന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആമിന ഒരുണ്ടാക്കിയ ഡിസൈനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മക്കളെ, നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെ ഷേപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു? സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിള് ഒക്കെ പഠിച്ചിട്ടില്ലേ? ട്രയാങ്കിൾ, ഈ ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പൂക്കളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ആമിന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനൊക്കെ കളർ ചെയ്യണം. ആദ്യം എന്താ പറഞ്ഞത്? ട്രയാങ്കിളിന് ബ്ലൂ കളർ കൊടുക്കണം, കാണുന്നില്ലേ? അപ്പോൾ ട്രയാങ്കിളിന് ബ്ലൂ കളർ, സർക്കിളിന് ഏത് കളറാണ് മക്കളെ? സർക്കിളിന് റെഡ് കളറാണ്. പിന്നെ റെക്റ്റാങ്കിൾ വരുന്നുണ്ട് ഗ്രീൻ കളർ. അപ്പോൾ ഈ കളറൊക്കെ കൊടുത്തിട്ട് ഇത് ബ്യൂട്ടിഫുൾ, ഈ ഡിസൈന് ബ്യൂട്ടിഫുൾ ആക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഷേപ്സിനെ പറ്റിയായിരുന്നു പഠിച്ചത് അല്ലേ? മാത്സിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ടായിരുന്നു? സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാ ഷേപ്സിൻ്റെ പേര് ശരിക്കും മക്കൾ പഠിച്ചിരിക്കണം. കൂടാതെ അതിൻ്റെ സ്പെല്ലിങ് എഴുതാനും അറിഞ്ഞിരിക്കണം. ട്രയാങ്കിളാണ് TRIANGLE ട്രയാങ്കിൾ, സർക്കിളാണ് CIRCLE സർക്കിൾ, റെക്റ്റാങ്കിളാണ് RECTANGLE, പിന്നെ സ്ക്വയർ SQUARE. ഇതിൻ്റെ സ്പെല്ലിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് വരയ്ക്കാൻ വന്നാലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഷേപ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം, അതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ എളുപ്പമല്ലേ? ഏതൊക്കെ ഷേപ്സ് ആയിരുന്നു? സർക്കിൾ ആണെങ്കിൽ എത്ര സർക്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതി കൊടുക്കാം. പിന്നെ എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്നും കൂടി കൗണ്ട് ചെയ്ത് എഴുതി കൊടുക്കുക. കൂടാതെ അതിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സ്പെല്ലിംഗ് എന്തായാലും പഠിച്ചു വെക്കുക. ഞാനിവിടെ അതിൻ്റെ പേര് എഴുതി വെക്കാം, നിങ്ങളത് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങളെ നോട്ട് ബുക്കിൽ ഇതേപോലെ 3 കോളം വരച്ചിട്ട് പേരും എഴുതി നോക്കുക, അതിൻ്റെ നമ്പറും എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് എളുപ്പമാണ്, കൗണ്ട് ചെയ്യാനാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നമ്പർ ഇട്ടിട്ട് കൗണ്ട് ചെയ്ത് കൊടുക്കുക, തെറ്റി പോവാതെ ഇരിക്കട്ടെ. അടുത്ത എന്താണ്? ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഷേപ്സ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. ഡ്രോ എ പിക്ചർ, നമ്മളോടൊരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. എന്ത് ഉപയോഗിച്ചിട്ട്? യൂസിങ് ദ ഷേപ്സ്, ഈ ഷേപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്, നിങ്ങൾ കണ്ടുപിടിച്ച ഒരു പിക്ചർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഒരു ഷേപ്സ് വരയ്ക്കുക. അതിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ടായിരിക്കണം? സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ഒക്കെ ചേർക്കാം. ഒരു മോഡൽ പോലെ ഞാനിവിടെ വരച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്സ് ഉപയോഗിച്ച് വരയ്ക്കാം, മീൻസ് കൂടുതൽ റെക്റ്റാങ്കിളും ഒക്കെ ആഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പോർട്സ് മീറ്റ്. ചെസ് നമ്പേഴ്സ് ഫ്രം 100 to 244 were given to the athletics who participate in രാജമല്ലി ഗവൺമെൻറ് UP സ്കൂൾ സ്പോർട്സ് മീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ചെസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ അത്ലറ്റിക്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര തൊട്ട് എത്ര വരെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 100 to 244, 100 മുതൽ 240 വരെയുള്ള ചെസ് നമ്പറാണ് കൊടുത്തത്. റൈറ്റ് ദ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്പോർട്സ് മീറ്റ്. ഈ സ്പോർട്സ് മീറ്റിൽ എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ 100 to 244 ആണ് മക്കളെ കൊടുത്തത്. 100 തൊട്ടിട്ട് 244 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് കൊടുത്തത്. അപ്പോൾ അതിൽ എത്ര നമ്പർ ഉണ്ട്? അതിൽ 100 നിന്ന് 244ലേക്ക് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 244 100 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 144 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 100 തൊട്ടിട്ടാണ് എണ്ണുന്നത്, അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു +1 കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 145. എത്ര സ്റ്റുഡൻസ് പങ്കെടുത്തു? 145 എന്ന് എഴുതി കൊടുക്കാം. മക്കൾ കൂടുതൽ കൺഫ്യൂഷൻ ആവരുത്. ടോട്ടൽ 244 വരെയായിരുന്നു കൊടുത്തത് കേട്ടോ. അപ്പോൾ 244 100 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് 144 കിട്ടി. അപ്പോൾ 100 കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എണ്ണുന്നത്, അതുകൊണ്ട് ഒരു +1 നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൻസർ 145. സിമ്പിളാണ്, കൂടുതലായി ചിന്തിക്കേണ്ട, ജസ്റ്റ് സിമ്പിളാണ്. നമ്മളൊരു നമ്പറും കൂടി ആഡ് ചെയ്ത് എണ്ണുമ്പോൾ അതും കൂടി ഒരു +1 ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത നോക്കാം. ചെസ് നമ്പേഴ്സ് ഫ്രം 100 to 155 were given to the LP students. How many LP students participated in the competition? വീണ്ടും അതുപോലത്തെ ചോദ്യം ചോദിച്ചു.
100 to 145, 100 തൊട്ടിട്ട് 155 വരെയുള്ള എന്താണ് ചെസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര കുട്ടികൾ ആ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ 100 to 155 ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? 155 100 മൈനസ് ചെയ്യാം. ചെയ്തില്ല മക്കളെ? 155 100 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 55 കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 100 കൂടി കൂട്ടിയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 100ൻ്റെ ഒരു 1 ഉണ്ടല്ലോ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 55 + 1 56. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. അടുത്ത നോക്കാം. ഇൻ ദ മാർച്ച് past, students having the chess numbers from 101 to 109 stood in the correct order in the first line. Write the chess number of the fifth students in the line. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തായിരിക്കും? അവിടെ ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുട്ടികളെല്ലാം വരിക്കി നിർത്തി 101 മുതൽ 101 തൊട്ടിട്ട് 109 109 വരെയുള്ള കുട്ടികൾ ഒരേ ലൈനിൽ നിൽക്കുകയാണ് അല്ലേ. 1 2 3 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എത്ര മക്കളെ? 101. രണ്ടാമത്തെ കുട്ടിയുടേത് 102. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അഞ്ചാമത്തെ കുട്ടിയിലെ ഇതിൽ അഞ്ചാമത്തെ കുട്ടിയുടെ റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ ഫിഫ്ത്ത് സ്റ്റുഡൻറ്റ്. അഞ്ചാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എത്രയായിരിക്കും? നിങ്ങളെ കൈവിരലെടുക്കുക. അതിൽ നമുക്ക് എണ്ണി നോക്കാം. അഞ്ചാമത്തെ കുട്ടി നമുക്ക് എത്തണം, അഞ്ചാമത്തെ വിരലെത്തണം. അപ്പോൾ എണ്ണി നോക്കൂ. ഒന്നാമത്തെ കുട്ടിയാണെങ്കിൽ 101, രണ്ടാമത്തെ കുട്ടി 102, മൂന്നാമത്തെ കുട്ടി 103, നാലാമത്തെ കുട്ടി 104, അഞ്ചാമത്തെ കുട്ടിയാണെങ്കിലോ 105. അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 105. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ₹685 വാസ് സ്പെൻഡ് ടു ദ മെഡൽസ് ടു ദ വിന്നേഴ്സ് ഓഫ് കോൺടെസ്റ്റ്. അപ്പോൾ വിന്നേഴ്സിനൊക്കെ നമ്മൾ മെഡൽ കൊടുത്തു. അതിന് എത്ര രൂപ ചിലവായി? 685 അല്ലേ? 685. ആൻഡ് ₹284 വാസ് സ്പെൻഡ് ടു പ്രിപ്പയർ ദ ചെസ് നമ്പർ. ചെസ് നമ്പർ ഉണ്ടാക്കാൻ ഒരു 284 രൂപയും നമുക്ക് ചിലവായി. റൈറ്റ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ടോട്ടലാണ് പറഞ്ഞത്. ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, മനസ്സിൽ പ്ലസ് വരണം. അപ്പോൾ 685നോട് 284 പ്ലസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. ഒരു റഫ് നോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ 3 ഡിജിറ്റ് വരുന്ന നമ്പർ ആഡ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് ചെയ്തു നോക്കുക കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം ആക്ടിവിറ്റി 3 സ്കൂൾ ബസാർ. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം നോക്കാം. വിദ്യ ബോട്ട് തിങ്സ് വർത്ത് ₹815. വിദ്യ 815 രൂപയുടെ സാധനങ്ങൾ വാങ്ങി ഫ്രം ദ സ്കൂൾ ബസാർ. അറ്റ് ഫസ്റ്റ് ഷീ ബോട്ട് ആൻ അംബ്രല്ല ആൻഡ് ബോക്സ്. ആദ്യം അവൾ വാങ്ങി എന്താണ്? ഒരു കുടയും ഒരു ബോക്സും ആണ് വാങ്ങിയത്. നെയിം ദ തിങ്സ് ഷീ ബോട്ട് ഫോർ ദ ബാലൻസ് മണി. അപ്പോൾ ഇനി എന്തൊക്കെ സാധനങ്ങൾ അവൾ വാങ്ങും, ബാലൻസ് ഉള്ള പൈസക്ക് എന്തൊക്കെ വാങ്ങും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് അംബ്രല്ലയ്ക്കും ബോക്സിനും എത്ര രൂപ ചിലവായി. അപ്പോൾ ഇവിടെ കറക്റ്റ് കാണും. അംബ്രല്ലയ്ക്ക് 400 റുപ്പീസാണ് കേട്ടോ മക്കളെ. അംബ്രല്ലയ്ക്ക് 400 റുപ്പീസ്. ബോക്സിന് എത്ര രൂപ ചിലവായി? 85 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് വാങ്ങിയത്? ഒരു അംബ്രല്ലയും വാങ്ങിയില്ലേ? 400ൻ്റെ അംബ്രല്ലയും വാങ്ങി, ബോക്സും വാങ്ങി. അപ്പോൾ 400 + 85 എത്ര കിട്ടി നമുക്ക്? 485. ഇനി എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? 815 ആണ് അവൾ ടോട്ടൽ വിദ്യ വാങ്ങിയത്. അപ്പോൾ ബാക്കി ബാലൻസ് മണിക്ക് അവൾക്ക് എന്ത് വാങ്ങാൻ പറ്റും? അപ്പോൾ ബാലൻസ് മണി കണ്ടുപിടിക്കേണ്ട. ബാലൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ ടോട്ടൽ കൈമൽ എത്ര ഉണ്ടായിരുന്നു? 815. അതിൽ നിന്ന് 485 മൈനസ് ചെയ്യണം. അപ്പോൾ 330, 330 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ വെച്ച് മൈനസ് ചെയ്യാൻ മക്കൾ ചെയ്ത് നോക്കട്ടോ നോട്ടിൽ. അപ്പോൾ 330, 300ന് അവൾക്ക് എന്തായിരിക്കും സാധനം കിട്ടുക? അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 300 വരുന്നത് അതാ ഷൂസ് ഉണ്ട്. ഷൂസിന് 300 ആണ്. താഴെ കാണുന്നില്ലേ? അപ്പോൾ ഷൂസ് ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ വിദ്യ. അപ്പോൾ ഷൂ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഫ്രം ദ സ്കൂൾ ബസാർ, ഹൗ മച്ച് വിൽ നീഡ് ഇൻ ടോട്ടൽ? അപ്പോൾ ഒരാൾക്ക് അതിൽ കൂടുതൽ പൈസ ഉള്ള ഒരു സാധനം വാങ്ങണം, അതിൽ ഏറ്റവും കുറവുള്ള സാധനവും വാങ്ങണമെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് എത്ര രൂപ ചിലവാകും, എത്ര രൂപ ഉണ്ടാകും? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സാധനം നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സാധനം ഏതാ മക്കളെ? ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കൂടിയത് എന്താണ്? 420ൻ്റെ ബാഗാണ്. അവിടെ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 420ൻ്റെ ബാഗാണ് വലുത്. സ്കെച്ച് പെന്നുണ്ട്. 55ൻ്റെ സ്കെച്ച് പെന്നാണ് ഏറ്റവും ചെറുത്. അപ്പോൾ രണ്ടും കൂടി വാങ്ങാൻ എത്ര രൂപ ചിലവാകും? 420 + 55. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മച്ച് വിൽ വി നീഡഡ് ടു ബൈ എ കളറിംഗ് ബുക്ക്, സ്കെച്ച് പെൻ ആൻഡ് എ ബോക്സ്? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ കളറിംഗ് ബുക്കിന് എത്ര രൂപയുണ്ടെന്ന്
ക്വസ്റ്റ്യനിലുണ്ട് കളറിംഗ് ബുക്കിന് 100 റുപ്പീസാണ്, സ്കെച്ച് പെന്നിന് 55 ആണ്, ബോക്സിന് എത്രയായിരുന്നു മക്കളെ? 85 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ 100 + 85 + 55 = 240 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഓപ്ഷനിലുണ്ട് 240. അടുത്ത ആക്ടിവിറ്റി നമ്പർ 4 അബാക്കസ്. അഖില ആൻഡ് ഫസൽ സ്റ്റഡി ഇൻ ദ ക്ലാസ് 3 ആർ മേക്കിംഗ് ഡിജിറ്റ്സ് യൂസിങ് അബാക്കസ്. അവർ അബാക്കസ് ഉണ്ടാക്കുകയാണ്. ആരൊക്കെയാണ്? അഖിലയും ഫസലും. ദ ഡിജിറ്റ്സ് ദേ മേഡ് യൂസിങ് 23 ബീഡ്സ് ആർ ഗിവൺ ബിലോ ഇൻ അബാക്കസ്. അവർ 23 ബീഡ്സ് 23 മുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ അബാക്കസ് ഉണ്ടാക്കിയത്. അപ്പോൾ അബാക്കസിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഹൺഡ്രഡ്സ് ഉണ്ടാവും, ടെൻസ് ഉണ്ടാവും, വൺസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ 2 കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അഖില, ഫസൽ. അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ നമ്പർ അറേഞ്ച്ഡ് ബൈ അഖില ഇൻ അബാക്കസ്. അഖിലയുടെ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 8 ഹൺഡ്രഡ്സ് ഉണ്ട്. മക്കൾ പെൻസിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. 6 ടെൻസ് ഉണ്ട്, 9 വൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 869 ആണ്. അതേപോലെ ഫസലിന് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ മക്കൾ എണ്ണി നോക്കുക. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട്. അപ്പോൾ ഫസലിന് നമുക്ക് കിട്ടിയത് 788 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയിട്ട് എഴുതി നോക്കുക. അടുത്ത എന്താ ചോദ്യം നോക്കാം. ഇഫ് അഖില ചേഞ്ച് ദ ബീഡ് ഫ്രം 1 പൊസിഷൻ ടു ദ 100 പൊസിഷൻ വാട്ട് വിൽ ബി ദ നമ്പർ? അഖില എന്ത് ചെയ്തു? ഒരു ബീഡ് എടുത്തുങ്ങാണ്ട് എവിടുന്നാണ് എടുത്തത്? വൺസ് എന്നൊരു ബീഡ് എടുത്തിട്ട് ഹൺഡ്രഡ്സിലേക്ക് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്ര? അഖില എന്താ ചെയ്തത്? വൺസിൽ നിന്ന് ഒരു മുത്തെടുത്തുങ്ങാട്ട് എന്ത് ചെയ്തു? ഹൺഡ്രഡ്സിലേക്ക് വെച്ചു. നോക്കൂ, ഞാനൊരു ഏരോ ഇട്ട് കണ്ടില്ലേ? അപ്പോൾ ഹൺഡ്രഡ്സിലേക്ക് ഒന്നും കൂടി വന്നു. അപ്പോൾ നമ്മൾ 869 എന്നുള്ളത് എന്താവും? 960. അവിടെ 9 ഉണ്ടാവുമോ? വൺസിൽ 1 കുറഞ്ഞു, അപ്പം 968 ആവും. ഒന്നും കൂടി പറയാം. അഖില എന്താ ചെയ്തത്? വൺസിൽ നിന്ന് ഒരു 1 എടുത്ത് ഒരു ബീഡ് എടുത്തിട്ട് ഹൺഡ്രഡ്സിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് 968 കിട്ടി. ഇനി അടുത്ത നോക്കാം. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇഫ് ഫസൽ അറേഞ്ച്ഡ് എ ബീഡ് ഫ്രം 10th പൊസിഷൻ ടു ദ 100 വാട്ട് വിൽ ബി ദ നമ്പർ? നേരത്തെ വൺസ് എന്നായിരുന്നു എടുത്തത്, ഇപ്പോൾ ടെൻസ് എന്നാണ് ഫസൽ എടുത്തത്. ടെൻസ് എന്നൊന്ന് എടുത്തിട്ട് ഹൺഡ്രഡ്സിലേക്ക് വെച്ചു. അപ്പോൾ എന്താവും മക്കളെ? ഹൺഡ്രഡ്സിൽ ആദ്യം 7 ആയിരുന്നു, അപ്പോൾ ഒന്നും കൂടി വന്നു, അപ്പോൾ അവിടെ 8 ആവും. അപ്പോൾ ടെൻസിൽ 1 കുറയും, അവിടെ 7 ആവും. അപ്പോൾ 878 ആണ് ആൻസർ വരിക. പറയുമ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് മക്കൾ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഹൺഡ്രഡ്സിന്ന് അല്ല ടെൻസിന്നോ വൺസിന്നോ ഒന്ന് എടുത്ത് മാറ്റി നോക്കുമ്പോൾ നമ്പർ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ലാർജ് 3 ഡിജിറ്റ് നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 23 ബീഡ്സ്. ടോട്ടൽ 23 ബീഡ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയൊരു 3 ഡിജിറ്റ് നമ്പർ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ടോട്ടൽ എത്ര ബീഡ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ? 23 ബീഡ്സ് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഓരോന്നിലും എത്ര വെച്ച് കൊടുക്കാം? ഹൺഡ്രഡ്സിലും ടെൻസിലും നമുക്ക് 9 മുത്തുകൾ എടുക്കാം കേട്ടോ. ഹൺഡ്രഡ്സിലും 9 മുത്തുകൾ എടുക്കാം, ടെൻസിലും 9 ബീഡ്സ് എടുത്തൂടെ? അപ്പോൾ എത്രയായി? 9 + 9 എത്രയായി മക്കളെ? 18 ആയല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ബീഡ്സ് എടുക്കാമെന്നാണ് പറഞ്ഞത്? 23. ഇനി 23ലേക്ക് എത്രയും കൂടി ഉണ്ട് 18-ന്ന്? 90, 20, 21, 22, 23 5 ബീഡ്സും കൂടി ഉണ്ട്. ആ 5 ബീഡ്സ് നമുക്ക് വൺസ് കൊടുക്കാം. വൺസിൽ ഒരു 5 എണ്ണം കൊടുക്കാം. ഇനി നമുക്ക് ബീഡ്സ് വെച്ച് നോക്കാമല്ലോ. ഹൺഡ്രഡ്സിലും ടെൻസിലും 9 ബീഡ്സ് വെച്ച് ചെയ്യാം, പിന്നെ വൺസിൽ ഒരു 5ഉം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 100ൽ 9ഉം ടെൻസിൽ എന്താണ് 9ഉം വൺസിൽ 5ഉം. അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 995. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിറയുന്ന കണക്കുപെട്ടി 5ാമത്തെ ആക്ടിവിറ്റിയാണ്. ദർ ആർ 1000 ഈർക്കിൽ സ്റ്റിക്സ് ഇൻ രാഹുൽസ് മാത്തമാറ്റിക്കൽ ബോക്സ്. രാഹുലിൻ്റെ ബോക്സിൽ 1000 ഈർക്കിൽ സ്റ്റിക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 1000 ഈർക്കിൽ സ്റ്റിക്ക്. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ബോക്സ് ഇൻ ബണ്ടിൽ ഓഫ് 100. അപ്പോൾ 100ൻ്റെ ഓരോ ബണ്ടിലായിട്ടാണ് അവൻ ബോക്സിൽ വെച്ചത്. ടോട്ടൽ 1000 ഉണ്ട് കേട്ടോ. അപ്പോൾ 100ൻ്റെ എത്ര ബണ്ടിലുണ്ടാവും മക്കളെ? 10 ബണ്ടിലുണ്ടാവും അല്ലേ? 100ൻ്റെ 10 ബണ്ടിൽസാണ് 1000 വരുന്നത്. There were only 850 sticks left in the box when Saju and Biju arranged them after a mathematical game. അപ്പോൾ ഒരു ഗെയിം കളിച്ചു. ആരൊക്കെയാണ്? സാജുവും ബിജു ഒരു ഗെയിം കളിച്ചതിന് ശേഷം അതിൽ 850 സ്റ്റിക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 1000 സ്റ്റിക്സ് ഉണ്ടായിരുന്നു അല്ലേ? 1000 സ്റ്റിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ 2 പേരും കൂടി, സാജുവും ബിജുവും കൂടി കളിച്ചു. അതിനുശേഷം ബോക്സിൽ എത്രയുള്ളൂ? 850 ഉള്ളൂ, കുറഞ്ഞു പോയി. അപ്പോൾ ചോദ്യം നോക്കാം. ഹൗ മെനി മോർ ആർ നീഡഡ് ടു മേക്ക് ഇറ്റ്
1000. അപ്പോൾ 1000 ആകാൻ എത്ര ഈർക്കലും കൂടി വേണം? എത്രയും കൂടി വേണം? ഇപ്പോൾ 850 ഉള്ളൂ. അപ്പോൾ 1000 ആകണമെങ്കിൽ എത്രയും കൂടി വേണം മക്കളെ? 850 കൊണ്ട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 1000 ആവുക എന്ന് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000ൽ നിന്ന് 850 മൈനസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ മൈനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി എത്ര വേണമെന്നോ. 850യോട് ഒരു 100 ആഡ് ചെയ്ത് നോക്കൂ. 950 പ്ലസ് 50 എത്രയാണ്? 150. അപ്പോൾ ഒരു 150 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? 1000 ആക്കാം. 850ൽ നിന്ന് ഒരു 150 കൂടി ഉണ്ടെങ്കിൽ 1000 ആക്കാം. അപ്പോൾ 150 ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ലേശം കൺഫ്യൂസിങ് ആണ്, പക്ഷെ നിങ്ങളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ 750നോട് എത്ര കൂട്ടിയാൽ 1000 ആകും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം ആൻസറിൽ എത്താൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ ഇൻ 850 സ്റ്റിക്സ് ആർ അറേഞ്ച്ഡ് ആസ് ബണ്ടിൽസ് ഓഫ് 10? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 ഈർക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ബണ്ടിലായിട്ടാണ് വെച്ചത്. 100 എണ്ണം 100 എണ്ണം 100 എണ്ണമായിട്ട് ബണ്ടിലായിട്ടാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ 10 ബണ്ടിലാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ബോക്സിലാകെ 850 ഉള്ളൂ എന്ന് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബണ്ടിൽസ്, എത്ര ബണ്ടിൽസ് അവിടെ ഉണ്ടായിരിക്കും? 10ൻ്റെ എത്ര ബണ്ടിൽസ്? ടോട്ടൽ നമ്മളെ കൈമേലുള്ളത് 850 ആണ്. അപ്പോൾ 10 10 10 വെച്ചിട്ടാണ് ഓരോ ബണ്ടിൽ ഉണ്ടാക്കുന്നത്. ഓരോ ബണ്ടിലും 10 എണ്ണേ പാടുള്ളൂ. അങ്ങനെയാണ് എത്ര ബണ്ടിൽ ഉണ്ടാവും? വളരെ ഈസിയാണ്. 850 ആണ് ടോട്ടൽ. 10ൻ്റെ ബണ്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 85. ആൻസർ 85. മനസ്സിലായോ? വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോൾ 750 സ്റ്റിക്സ് ആണ് ഉള്ളതെങ്കിലും നമ്മൾ 10ൻ്റെ ഓരോന്നിൽ 10 വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര ബണ്ടിൽസ് ഉണ്ടാവും മക്കളെ? 75. അത്രയും സിമ്പിളാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ മക്കളെ? ഒരു പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. 150 ഉണ്ട്, 300 ഉണ്ട്, 450 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. 150ന്ന് 300 ആയി. അപ്പോൾ 150നോട് എത്ര കൂട്ടിയിട്ടാണ് 300 ആയത്? 150. അപ്പോൾ അവയെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 150. അപ്പോൾ 300നോട് 150 കൂട്ടിയിട്ടാണ് 450 ആയത്. കൺഫ്യൂസ്ഡ് ആവരുത്, ചെയ്ത് നോക്കുക. അപ്പോൾ 450നോട് 150 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 600. അപ്പോൾ പാറ്റേൺ എങ്ങനെ വരും? 150 300 450 600 750 എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്പർ തന്നിട്ടുണ്ട് 987. അതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട് എന്ന് എഴുതി കൊടുക്കാം. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് മക്കളെ? 9 ഹൺഡ്രഡ്സ് ഉണ്ട്. എത്ര ടെൻസ് ഉണ്ട്? 8 ടെൻസ് ഉണ്ട്. എത്ര വൺസ് ഉണ്ട്? 7 വൺസ് എഴുതി കൊടുക്കാമല്ലോ. ഇനി എത്ര വൺസ് ഉണ്ട്? 987 വൺസ് തന്നെ ഉണ്ട് അല്ലേ? അടുത്ത മക്കളെ എത്ര പത്തുകളുണ്ട്? ഡാഷ് ടെൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര ടെൻസ് ഉണ്ട്? ഇവിടെ 98 അല്ലേ? 98 ടെൻസും 7 വൺസുമാണ്. അപ്പം 98 ടെൻസ് 98 പത്തുകൾ ഉണ്ടെങ്കിൽ എന്താവും? 980. എത്ര വൺസുകളാണ്? 7 വൺസ്. അപ്പം 980 + 7 987. അപ്പോൾ എത്ര ടെൻസ് ആണുള്ളത്? 98 എന്ന് എഴുതി കൊടുക്കുക. സിമ്പിളാണ്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് കപ്പ് ക്രിക്കറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ്റെ പേര്. ദ ടേബിൾ ഗിവൺ ബിലോ ഇസ് ദ ഡീറ്റെയിൽസ് ഓഫ് പ്ലെയേഴ്സ് ഹു വോൺ മാക്സിമം റൺസ് ഇൻ ദ 2020 വേൾഡ് കപ്പ് മാച്ച്. താഴെ കൊടുത്തിരിക്കുന്നത് കളിക്കാരുടെ കളിക്കാരുടെ പേരും അവർ ഏറ്റവും കൂടുതൽ റൺസും അവർ നേടിയ റൺസുമാണ് കേട്ടോ. അവർ ഏറ്റവും കൂടുതൽ നേടിയ റൺസുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അവർ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചത്, 2020 വേൾഡ് കപ്പ് മാച്ച് കളിച്ചതെന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ടേബിൾ മനസ്സിലാക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ പേരുണ്ട്. ഡി കോക്ക്, കൺട്രി സൗത്ത് ആഫ്രിക്ക ആണ്. റൺസ് 243. TM ഹെഡ് ഉണ്ട്, ഓസ്ട്രേലിയക്കാണ് കളിച്ചത്, 255. അടുത്ത എന്താണ്? റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാന് വേണ്ടിയാണ് കളിച്ചത്, 281 റൺസാണ് നേടിയത്. ഇബ്രാഹിം സദ്രാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാന് വേണ്ടി തന്നെയാണ് കളിച്ചത്, 231 റൺസാണ് കിട്ടിയത്. അടുത്ത രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു, 257. ക്വസ്റ്റ്യൻ എ നോക്കാം. നെയിം ദ പ്ലെയർ ഹൂ വോൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്. ഇതിൽ ഏത് പ്ലെയറാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്? അപ്പം നിങ്ങൾ റൺസ് എഴുതിയ കോളത്തിലേക്ക് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഏതാ? 281 ആണ്. ആരാണ്? റഹ്മാനുള്ള ഗുർബാസ് ആണ് കേട്ടോ. റഹ്മാനുള്ള ഗുർബാസ് ആണ്. എത്ര റൺസാണ്? 281. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദ ബേസിസ് ഓഫ് റൺ സ്കോർഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കളിക്കാരനാണ് രോഹിത് ശർമ്മ കേട്ടോ. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ റൺസ്
നോക്കിയിട്ട് എത്രാമത്തെ പൊസിഷനാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ അവിടെ 5 പ്ലെയേഴ്സിൻ്റെ പേരാണ് നൽകിയത്. അതിൽ 5-ൽ എത്രാമത്തെ പൊസിഷനിലാണ് രോഹിത് ശർമ്മ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്കൊന്ന് ഓർഡർ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 281, 257, 255, 243, 231. ഇനി നമ്മൾ രോഹിത് ശർമ്മ ഇന്ത്യയുടെ കളിക്കാരനാണല്ലോ. എത്ര റൺസാണ് നേടിയത്? 257 റൺസാണ് നേടിയത്. അപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണുള്ളതെന്ന് നേരത്തെ എഴുതിയതിലേക്ക് നോക്കൂ നിങ്ങൾ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് 257 ഉള്ളത്. അപ്പോൾ രോഹിത് ശർമ്മ ഏത് പൊസിഷനിലാണുള്ളത്? രണ്ടാമത്തെ പൊസിഷനിൽ. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ? അപ്പോൾ 2 അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി എത്ര റൺസ് നേടി? അപ്പോൾ 2 പേരെ റൺസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 റൺസും കൂടി ആഡ് ചെയ്തു. 281 + 231 = 512, അഥവാ 512 റൺസാണ് ടോട്ടൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലെയേഴ്സ് ഹു ആർ ഇൻ ദ ഫസ്റ്റ് 3 പൊസിഷൻ ബേസ്ഡ് ഓൺ ദർ റൺസ്. അപ്പം റൺസിൻ്റെ ബേസിൽ 3 പൊസിഷൻസ് കിട്ടിയ ആൾക്കാരുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷൻ ഏതാ? നേരത്തെ ഞാൻ എഴുതിയ ലിസ്റ്റിലേക്ക് നോക്കൂ. 281, 257, 255 ഈ 3ൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ആരൊക്കെയായിരുന്നു? 281 റഹ്മാനുള്ള ഗുർബാസ്, 257ൻ്റെ നേരെ ആരാണ്? രോഹിത് ശർമ്മ, 255 ആരാണ്? TM ഹെഡ്. ഇതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവരുടെ പേര് ഓർഡറിൽ എഴുതി കൊടുക്കുക. റഹ്മാനുള്ള ഗുർബാസ്, രോഹിത് ശർമ്മ, പിന്നെ എന്താണ്? TM ഹെഡ്. ഇത്രയാണ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. കീപ്പ് വാച്ചിങ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.